പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, സഹിക്കുന്നു എങ്കിൽ നാം യേശുവിനോട് കൂടെ വാഴും. ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നാം സഹിക്കുന്ന കഷ്ടതകൾ, വേദനകൾ ഒക്കെ കർത്താവ് കാണുന്നുണ്ട്. ആ സമയത്തും നമ്മെ സ്നേഹിച്ച, നമ്മെ രക്ഷിച്ച, നമ്മെ വിടുവിച്ച, നമ്മെ മാറോടണയ്ക്കുന്ന, അമ്മയെപ്പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ കർത്താവ് നമ്മെ വിട്ടു മാറുകയില്ല. സകലതും സഹിപ്പാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകും. അങ്ങനെ നാം യേശു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ചതുപോലെ നാമും ചില വേദനകൾ, ചില നഷ്ടങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കുന്നു എങ്കിൽ ആ യേശുവിനോടുകൂടെ നമുക്കും വാഴുവാനിടയായി തീരും. അങ്ങനെ പരീക്ഷകളും വേദനകളും സഹിക്കുന്നവരെക്കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത്? യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കാരണം അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭൂമിയിൽ ആരും പറയത്തില്ല ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു വേദനകൾ, പ്രയാസങ്ങൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് ഭൂമിയിൽ ആർക്കും പറയുവാൻ കഴിയത്തില്ല. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അപ്പോസ്തലന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം, എപ്പോൾ? ആ പരീക്ഷ സഹിക്കുന്ന കാലത്തും ആ വേദനകളിലൂടെ, കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും നാം ദൈവത്തിന് കൊള്ളാകുന്നവരായി നാം മാറണം. നാം അങ്ങനെ ദൈവത്തിന് കൊള്ളാകുന്നവരായി, ദൈവത്തിന് കൊള്ളാകുന്ന പ്രവൃത്തി ചെയ്ത്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ച് ഏത് പ്രതിസന്ധിയിലൂടെയും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നാം കൊള്ളാകുന്നവരായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തതല്ല. യേശു കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നാൽ യേശു കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ നന്നായി അറിയുന്നു. ആരാണ് യഥാർത്ഥമായ യേശുവിനെ സ്നേഹിക്കുന്നത്? അനുഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ, സമൃദ്ധിയോടെ ഇരിക്കുമ്പോൾ, യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ യേശുവിനെ സ്നേഹിക്കുന്ന സ്നേഹമല്ല ഇവിടെ ആമേൻ എഴുതിയിരിക്കുന്നത്. ഈ പരീക്ഷ സഹിക്കുന്ന സമയത്തും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് കൊള്ളാകുന്നവരായി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, പിറുപിറുക്കാതെ, അവിശ്വസിക്കാതെ, സംശയിക്കാതെ, ചോദ്യം ചോദിക്കാതെ ദൈവസ്ഥലത്തിൽ കാത്തിരിക്കുകയും ആ സമയത്തും യേശു കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക്, ആമേൻ, ഹല്ലേലൂയ, അങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു കിരീടമാണ് ജീവകിരീടം. ആ ജീവകിരീടം ഈ പരീക്ഷ സഹിക്കുന്നവർ പ്രാപിക്കും എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ആമേൻ, കഷ്ടമോ നഷ്ടമോ എന്ത് തന്നെ പ്രതിസന്ധികളോ, ജീവനായാലും മരണമായാലും, ആമേൻ, ആപത്തോ വാളോ, ആമേൻ, എന്ത് തന്നെ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. അതെ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ യേശു കർത്താവിനെ മാത്രം നോക്കി ഏത് പ്രതിസന്ധിയിലും നാം കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന
ജീവകിരീടം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു ആമേൻ ജീവകിരീടം പ്രാപിക്കുന്ന കാര്യം. സ്തോത്രം. അവിടെ നാം വായിക്കുന്നു, വെളിപ്പാട് 2:10 തോന്നുന്നു. ആമേൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. മരണപര്യന്തം. ആമേൻ സ്തോത്രം. നന്മകളും അനുഗ്രഹങ്ങളും മാത്രമല്ല, ആമേൻ പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ, രോഗത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, ഒറ്റപ്പെടലിലൂടെ, നിന്ദകളിലൂടെ, പ്രയാസങ്ങളിലൂടെ യേശു കടന്നു പോയതുപോലെ പല പാതകളിലൂടെ നാം കടന്നു പോകേണ്ടുന്നവരാണ്. എന്നാൽ മരണപര്യന്തവും വിശ്വസ്തരായി നാം നിൽക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, നമുക്ക് ജീവകിരീടം പ്രാപിക്കുവാൻ കഴിയും. യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ആമേൻ. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴാം. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു പോയി. അതുകൊണ്ട് ഈ ലൗകിക ചിന്തകളാൽ ഭാരപ്പെട്ട്, ഉപജീവന ചിന്തകളാൽ വലഞ്ഞ്, അയ്യോ എനിക്കിത് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ദുഃഖിച്ച് ഭാരപ്പെട്ട് മടുത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാതെ, എന്തു തന്നെ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ആഴമായ സ്നേഹബന്ധത്തിൽ നാം നിലനിൽക്കുമെങ്കിൽ നാം ദൈവത്തിന് കൊള്ളാകുന്നവരായി മാറും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നമ്മെ തള്ളിക്കളകയില്ല. കർത്താവ് നമ്മെ മാറോടണച്ച് നമ്മെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹസ്പർശനം, ആ കരുതൽ, ആമേൻ, ആ സാന്ത്വനം ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം ജയത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ആയതിനാൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പതറിപ്പോകരുത്. ആമേൻ. അത് സഹിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമെന്നുള്ളിക്കൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിച്ച് കർത്താവിനെ ആഴമായി സ്നേഹിച്ച് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കി വിശ്വാസ ജീവിതത്തിൽ, ആമേൻ, ഇനിയും ആ കർത്താവിനെ നോക്കി നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പോൾ അയ്യോബ് പറഞ്ഞതുപോലെ പ്രതിസന്ധിയുടെയും പരീക്ഷയുടെ നടുവിലും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. അവൻ്റെ വചനങ്ങളെ ഞാൻ എൻ്റെ ആഹാരത്തെക്കാളും സൂക്ഷിച്ചിരിക്കുന്നു. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ കാണും. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് അവൻ ഇയ്യോബ് ഓരോ നിമിഷവും ആമേൻ ദൈവത്തിന് കൊള്ളാകുന്നവനായി തീർന്നതുപോലെ, ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല എന്ന് ദൈവം ഈ പ്രതിസന്ധി ഘട്ടത്തിലും യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ, യോബിൻ്റെ നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയൊക്കെ കർത്താവ് മാറ്റി യോബിനെ അനുഗ്രഹിച്ചതുപോലെ ഈ നാളുകളിൽ ഞങ്ങളും കർത്താവേ സ്തോത്രം, ചില വേദനകൾ, പ്രയാസങ്ങൾ സഹിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാതെയും ആമേൻ രക്ഷയെ ആമേൻ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴിയും, രക്ഷയുടെ സന്തോഷം വിട്ടുമാറാതെ അതിനെ നഷ്ടപ്പെടുത്തി കളയാതെ ഓരോ നാളും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് കൊള്ളാകുന്നവരായി കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ദൈവം മുൻപാകെ വിശ്വസ്തരായി നിലനിൽപ്പാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ എപ്പോഴും വരവിൻ്റെ പ്രത്യാശയാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ്. അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് കിരീടങ്ങളുണ്ടല്ലോ, ആമേൻ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ഞങ്ങൾ ഓരോരുത്തരും പ്രാപിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവ്. എന്ത് തന്നെ വന്നാലും അങ്ങയുടെ നാമത്തിനു വേണ്ടി സകലതും സഹിച്ച് അങ്ങയോടൊപ്പം വാഴുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു, താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.